കൊല്ലം പുനലൂരിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തി അജ്ഞാതൻ വിലസുന്നു. മുഖംമൂടിധാരിയെ പിടികൂടാനായി ദിവസങ്ങളായി ഉറക്കം വിളിച്ച് തിരച്ചിൽ നടത്തുകയാണ് നാട്ടുകാർ. CCTV ദൃശ്യമടക്കം ഹാജരാക്കിയിട്ടും പോലീസും നിഷ്ക്രിയരാണ്. വിശദാംശങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. മനോജ്, നേരത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പലയിടത്തും ബ്ലാക്ക്മാൻ എന്ന പേരിലൊക്കെ ചില അജ്ഞാതർ പലയിടത്തും വിലസിയിരുന്നു. അത് നാട്ടുകാരെ പേടിപ്പിക്കുക, അതല്ലെങ്കിൽ മോഷണം നടത്തുക, അങ്ങനെ പല രീതിയിലുള്ള വാർത്തകളുമാണ് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ വിവരങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഈ പുനലൂരിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന അജ്ഞാതൻ ഇതുപോലുള്ളൊരു ബ്ലാക്ക്മാൻ ആണോ? അയാളുടെ ലക്ഷ്യം എന്തായിരിക്കാം? കവർച്ചയാണോ? ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മനോജ്? കഴിഞ്ഞ ഒരു 10-12 ദിവസമായിട്ട് പുനലൂരിലെ പേപ്പർ മില്ല് കാഞ്ഞിരമല സ്വദേശികളുടെ ഉറക്കം കെടുത്തുകയാണ് ഈ CCTV ദൃശ്യത്തിൽ കാണുന്ന അദ്ദേഹം. ഇവര് പ്രദേശവാസികള് മാസ്ക് മാൻ എന്ന് ആണ് ഇദ്ദേഹത്തെ ഇപ്പോൾ വിളിച്ചു തുടങ്ങുന്നത്. കാരണം ഒരു 6 അടിയോളം ഉയരം CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വളരെ ഷൂ ധരിച്ചിട്ടുണ്ട്, തലയിൽ ഒരു മാസ്ക് ഉണ്ട്, കണ്ണില് ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്, കയ്യില് ആയുധങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ദൃശ്യങ്ങളാണ് 2-3 CCTVകളിൽ നിന്നും ഇവർക്ക് കാണാൻ സാധിച്ചത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് ഇവർ പോലീസിന് കൈമാറിയെങ്കിലും പോലീസ് നാട്ടുകാരും നിരന്തരം പ്രദേശത്ത് അന്വേഷണം നടത്തുന്നെങ്കിലും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത. ഒരു പ്രദേശത്ത് കതവിൽ ഒന്ന് കൊട്ടി ശബ്ദമുണ്ടാക്കി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കും. ആൾക്കാർ അവിടെ തടിച്ചു കൂടുമ്പോൾ ഇവിടെ നിന്നും അദ്ദേഹം മിന്നൽ വേഗത്തിൽ ഓടി രക്ഷപ്പെടും. നിമിഷങ്ങൾക്കകം തന്നെ ഇതിനോട് തൊട്ട് 50-100 മീറ്റർ അകലെയുള്ള മറ്റൊരു സ്ഥലത്ത് കതവിൽ കൊട്ടുകയും ഹോർഡിംഗ് ബെൽ അടിക്കുകയും ചെയ്യും. ഇത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്ന് പ്രദേശവാസികൾ സംശയിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തില് അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്നും വളരെ വേഗം ഇത്തരം സ്ഥലത്ത് മറ്റൊരാൾ എങ്ങനെ എത്തും എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നു. എന്താണ് ഈ മാസ്ക് മാന്റെ ഉദ്ദേശമെന്ന് പ്രദേശവാസികൾക്കും പോലീസിനും ഇതുവരെയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഇതുവരെയും ഒരു വീട്ടിൽ നിന്നും മോഷണം നടന്നിട്ടില്ല, ഇതുവരെയും ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല. ഈ കതവിൽ കൊട്ടി നാട്ടിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക മാത്രമാണ് ഇതുവരെയും ചെയ്തിട്ടുള്ളത്. എന്താണ് ലക്ഷ്യമെന്നറിയാതെ പ്രദേശവാസികൾ നട്ടം തിരിയുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പ്രദേശവാസികൾ ഇവിടെ തീർച്ചയായും നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. പക്ഷേ മനോജ്, ഈ CCTV ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ് ഒരു അജ്ഞാതൻ നടന്നു പോകുന്നത് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഈ ദൃശ്യങ്ങളടക്കം ഹാജരാക്കിയിട്ടും പോലീസ് എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത്? പോലീസിന്റെ ഒരു രാത്രികാല പട്രോളിംഗ് ഒന്നും ഈ പരാതിയെ തുടർന്ന് ഈ സ്ഥലത്ത് ഉണ്ടാകുന്നില്ലേ? ഈ സംഭവം നടക്കുന്ന പ്രദേശം വളരെ ഒരു റൂറൽ ഏരിയയാണ്. വയലുകളും തോട്ടം മേഖലകളും കൂടുതലുള്ള ഏരിയയാണ്. ഇടുങ്ങിയ വഴികളുള്ള സ്ഥലമാണ്. പോലീസ് സാധാരണ രാത്രി കാലങ്ങളിൽ ഇതിനു ശേഷം വന്ന് ഈ മെയിൻ റോഡിലൂടെ വാഹനം ഓടിച്ച് ഇങ്ങനെ പോകുന്നതല്ലാതെ മറ്റ് ഒരു നടപടിക്രമങ്ങളും പോലീസിന് സാധിക്കുന്നില്ല. പക്ഷേ പോലീസിന്റെ ആ പരിമിതി കണക്കിലെടുത്താണ് നാട്ടിലെ യുവാക്കള് ഒരു 10-30ഓളം യുവാക്കൾ, അച്ഛനും മക്കളും എല്ലാവരും ചേർന്ന് ഒരു സംഘമായിട്ട് കേന്ദ്രീകരിച്ച് രാത്രികാലത്ത് മൊത്തം ഇവർ പരിശോധന നടത്തുകയാണ്. ഇവർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ ഒരു വീട്ടിൽ കൊട്ടും, അവർ ഓടി ചെല്ലുമ്പോൾ അങ്ങനെ അത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള എന്താണ് ഇവരുടെ ലക്ഷ്യമെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇത് ഒരു സ്ഥലത്തു നിന്നും ഇതിനിടയ്ക്ക് 2 ദിവസം മുമ്പ് നടന്ന മറ്റൊരു സംഭവം, ഒരു വീട്ടിലെ അടുക്കള കതവ് ചവിട്ടി തുറന്ന് അകത്ത് കയറി ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ് ചെയ്തത്. അപ്പൊ ആൾക്കാർ വന്നപ്പോഴത്തേക്കിനും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആ ഓടി രക്ഷപ്പെട്ട ആളെ തിരക്കി ആൾക്കാർ പുറകെ ചെന്നപ്പോൾ അവിടെ കിടന്ന ഒരു ലോറിക്കകത്ത് ഹിന്ദിയിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് ഹിന്ദിയിൽ എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള വിചിത്രമായ ചില സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ ഭയവിഹ്വലരാണ്. രാത്രിയിൽ ആണുങ്ങൾ ഈ മാസ്ക് മാനെ തിരക്കി പുറത്തിറങ്ങുമ്പോൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവര് വീട്ടിൽ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 12 ദിവസമായിട്ട് പ്രദേശത്തെ ആളുകളുടെ ഉറക്കം കെടുത്തുകയാണ്. ആൾക്കാർ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. ഇത് എന്താണെന്ന് കണ്ടെത്തുവാനോ ഇത് ആരാണെന്ന് കണ്ടെത്തി പിടികൂടുവാനോ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് രസകരമായ വസ്തുത. വ്യക്തമാണ്. മനോജാണ് പുനലൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പുനലൂരിലാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തി അജ്ഞാതൻ വിലസുന്നത്. പോലീസിൽ CCTV ദൃശ്യങ്ങളടക്കം പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടികൾ സ്വീകരിക്കുന്നില്ല, പരിശോധന നടത്തുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്.